സംഭവിച്ചത്? എന്തോ സംഭവിച്ചു? നോഹയുടെ കാലം സംഭവിക്കേണ്ട കാരണം എന്തുവാ? അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം തന്നെ. നോഹ ആരാണ്? നോഹ ആരും? എന്താ സംഭവം? എന്തോ സംഭവം? രണ്ടാമത്തെ പോയി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നോഹയെ ദൈവം വിളിച്ചു. നോഹയെ ദൈവം വിളിച്ചു. സുവിശേഷ നിലയ്ക്ക്. സുവിശേഷ നിലയ്ക്ക് എല്ലാരെയും വിളിച്ചില്ല. എല്ലാരെയും വിളിച്ചില്ല. ഈ വിളിയുള്ളവൻ നിന്നാൽ പോരാടും. വിളിയുള്ളവൻ നിന്നാൽ പോരാടും. അല്ലെങ്കിൽ അവൻ കാഞ്ഞു പോകും. അല്ലെങ്കിൽ അവൻ കാഞ്ഞു പോകും. അല്ലെങ്കിൽ കാഞ്ഞ കാരണം അനേകം കാഞ്ഞ കാരണം വിളിയില്ലാതെ കാഞ്ഞു പോകുന്നത്. വിളിയില്ലാഞ്ഞിട്ടാ കാഞ്ഞു പോകും. ഇളക്കപ്പെരുക്കത്തിന് വരും. ഇളക്കപ്പെരുക്കത്തിന് വരും. ഇളക്കപ്പെരുക്കത്തിന് വന്നാൽ അതുപോലെ പെരുക്കം വരുമ്പോൾ അതുപോലെ അങ്ങ് പോകും. അതുപോലെ തന്നെ അങ്ങ് പോകും. ആചാര്യ നേരിട്ട് ദൈവം സന്ദർശ മുഖാന്തരാണ് ദൈവകൃപയാൽ ഈ 34 വർഷം നിൽക്കുന്ന പ്രൈസിലാണ്. ആചാര്യയെ നേരിട്ട് ദൈവം സന്ദർശിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 34 വർഷവും നിൽക്കുന്നത്. ഓളങ്ങൾ തിരമാലകൾ ഹല്ലേലൂയ എന്റെ വിശ്വാസപ്പടകിൽ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഓളങ്ങൾ തിരമാലകൾ എന്റെ വിശ്വാസപ്പടകിൽ ആഞ്ഞടിക്കുമ്പോൾ ലോകത്തെ ജയിച്ച ജയവീരനേശു കടലിൽ കരം നീട്ടും. ഓളങ്ങളും തിരമാലകളും നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ സഹോദരി നിലനിൽക്കണമെങ്കിൽ കടലിൽ കടന്നിട്ട് യേശു നിങ്ങളുടെ ഉണ്ട്. ആമേൻ. ഓളങ്ങളും തിരമാലകളും അത് നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ സഹോദരി കടലിൽ മേൽ കടന്നിട്ട് യേശു നിന്നോട് കൂടെ ഉണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ യാത്രയില് നമ്മുടെ ക്രൈസ്തവ ജീവിത യാത്രയിൽ നീ ചേർത്ത് നിർത്തുമ്പോൾ കാരണം ഒരു ദൈവങ്ങളോടും പിശാചിന് വിളക്കില്ല. ഒരു ദൈവങ്ങളോടും പിശാചിന് വിളക്കില്ല. പിശാചിന് വിളക്കുണ്ടെങ്കിൽ യേശുക്രിസ്തുവോട് മാത്രമായിരുന്നു. പിശാചിന് വിളക്കുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനോട് മാത്രമേ തെളിയിക്കാമോ? തെളിയിക്കാം. പിന്നെ അല്ലാതെ എത്രയോ മകന്മാർ ഈ ലോകത്തിൽ യുദ്ധന്മാരെന്നു കേൾവി ക്രിസ്തു ഭഗവാൻ മാത്രം ക്രൂശിൽ മരിച്ചോ ഉയർത്തു. എത്രയോ ദൈവങ്ങള് എത്രയോ മഹാന്മാർ ലോകത്തിൽ സമ്പാദിച്ച് പേര് വിളിച്ച് ദൈവം നിന്ന് കീർത്തിപ്പെട്ടു. എത്രയോ മഹാന്മാർ ഈ ലോകത്തിൽ യുദ്ധന്മാരെന്നു കേൾവി ക്രിസ്തു ഭഗവാൻ മാത്രം ക്രൂശിൽ മാറി ശക്തിയോടെ ഉയർത്തു. മാത്രം മരിച്ചടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. അതുകൊണ്ടാണ് പിശാചിന് നമ്മളുമായിട്ട് എപ്പോഴും പോരാട്ടം. അങ്ങനെ വിശ്വാസിക്ക് പോരാട്ടമില്ലെങ്കിൽ നീ സാക്ഷാൽ പിന്മാറ്റക്കാരനാണ്. അങ്ങനെ വിശ്വാസിക്ക് പോരാട്ടമില്ലെങ്കിൽ നീ പിന്മാറ്റക്കാരൻ. നിന്റെ കുടുംബ ലൈഫ് സഭയ്ക്കകത്ത് പ്രാർത്ഥന സമയത്ത് പോക്കിലും മറവിലും ഉദ്യോഗത്തിൽ സംസാരത്തില് ഡ്രസ്സില് ആരണത്തില് ഭക്ഷണത്തില് ഉപവാസത്തില് നിനക്ക് പ്രതികൂലം നേരിട്ടില്ലെങ്കിൽ നീ ആത്മീയ സ്ത്രീയല്ല, ആത്മീയനല്ല. ആത്മീയനല്ല. കാരണം ആത്മീയന്മാരാണ് പിശാചിന് വിളക്കുന്നത്. ആത്മീയന്മാരോടാണ് പിശാചിന് വിളക്കുന്നത്. ഞാൻ ഈ പിശാചിനെ സലാം പറഞ്ഞിട്ട് എന്നിറങ്ങിയോ അന്ന് മുതൽ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ എന്നെ കാത്തു സൂക്ഷിച്ചൊരു ഭ്രാന്തനല്ലോ ഭാരമെല്ലാം ചുമന്നു എന്നെ കാത്തു സൂക്ഷിച്ചൊരു ഭ്രാന്തനല്ലോ ഭാരമെല്ലാം ചുമന്നു. പല ശോധനകള് പ്രിയപ്പെട്ട ഞാൻ അനുഭവിച്ച പോലെ കഷ്ടം ഇവിടെ ഇരിക്കുന്നവർ അനുഭവിച്ചു കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ച പോലെ കഷ്ടം ഇവിടെ ഇരിക്കുന്നവരാരും അനുഭവിച്ചിട്ടില്ല. എന്റെ സുവിശേഷ വേലയെ തകർക്കാൻ തക്കവണ്ണം എന്റെ സുവിശേഷ വേലയെ തകർക്കാൻ തക്കവണ്ണം എന്റെ കുടുംബത്തിൽ കൂടെ പിശാചുകൾ. എന്റെ കുടുംബത്തിൽ കൂടെ പിശാച്. ഞാൻ മദ്രാസിൽ വേല ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ആശാരി ഒരു വേലക്കാരത്തി പെണ്ണ് പ്രേമിച്ചു. കേരളത്തിൽ ഒരു ആശാരി ഒരു വേലക്കാരത്തിയെ സ്നേഹിച്ചു. അത് ആശാരിയാണ്. ഞാനും ഗ്രഹപ്പണിക്ക് ആശാരിയാണ്. ഹല്ലേലൂയ. അത് തനിനിറം പേപ്പറിൽ വന്നു. പേപ്പറിൽ വന്നു. ഹല്ലേലൂയ. അവന്റെ പേര് KV
ആശാരി എന്നാണ്. അവന്റെ പേര് KV ആശാരി. ഞാൻ PV ആശാരിയാണ്. ഞാൻ PV ആശാരി. ആ പേപ്പർ ഒന്ന് തിരിച്ചടിപ്പിച്ചു. ആ പേപ്പർ ഒന്ന് തിരിച്ചടിപ്പിച്ചു. PV ആശാരിയാക്കിയത്. PV ആശാരി. ഞാൻ ഒന്ന് മനസ്സാകുന്നതല്ലേ, ഞാൻ മനസ്സറിഞ്ഞാൽ പേപ്പർ അങ്ങോട്ട് കേരളം മുഴുക്കി പറഞ്ഞു. പേപ്പർ കേരളം മുഴുവൻ എന്നെ ദൈവത്തെ ഇന്ത്യ മുഴുക്കി അറിയും. എന്നെ ഈ ദൈവകൃപയാൽ ഇന്ത്യ മുഴുവൻ അറിയും. പറഞ്ഞപ്പോൾ എനിക്ക് നിൽക്കപ്പെടുന്നത് എന്റെ വൈഫിനെ ഫോൺ ചെയ്ത് വിളിച്ചു. എന്റെ വൈഫിനെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞാൻ വന്നില്ല. പിന്നെ ടെലിഗ്രാം അടിച്ചു. ഞാൻ വന്നില്ല. അപ്പോൾ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ചു ഇത് ശരിയായിരുന്നു. ഇത് ശരിയായി. ലാസ്റ്റ് എഴുത്തവി ക്ലാസ്സിലൊരിടത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വീട് തീ വയ്ക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വീട് തീ വയ്ക്കുന്നു. അയ്യോ എന്ത് ചെയ്യാനാ? ഞാൻ പടച്ചടിച്ചോണ്ട് വന്നു. വന്നപ്പോൾ ഈ മനോരമ തനിതരം പേപ്പർ ഈ തനിതരം പേപ്പർ എന്നെ അടുത്ത് കാണിച്ചു. എന്റെ നോക്ക് എന്താ കാര്യത്തെ പ്രേമിച്ചിരിക്കുക. നീ വേലക്കാരിയെ സ്നേഹിച്ചിരിക്കുക. ഞാനവിടെ ഉണ്ടായിരുന്നു. ഇത് എല്ലാവരുടെ കയ്യിലും കിട്ടി. എല്ലാവരുടെ കയ്യിലും കർത്താവദാസന്മാരോട് ഇരിപ്പുണ്ട്. കർത്താവദാസന്മാരോട് ഉണ്ട്. ജനക്കെല്ലാം ഈ കാര്യം അറിയാം. ജനക്കൊക്കെ ഈ കാര്യം അറിയാം. അപ്പൊ വേറെ കർത്താവദാസൻ എന്ന് പറഞ്ഞു. വേറെ കർത്താവദാസൻ എന്ന് പറഞ്ഞു. അവനെ ഈ കൈ ചോദിക്കണം. ഈ തക്കത്തിന് നിങ്ങളെ നേരെ ഫോൺ ചെയ്തു. നേരെ ഫോൺ ചെയ്തു. തനിതരത്തിന് 10,000 പേപ്പർ അടിച്ചിട്ട് 10,000 പേപ്പർ അടിച്ചു. അതെല്ലാം തുണ്ടാക്കി എടുത്തിട്ട് എല്ലാ റെയിലും കൊടുത്തു. എല്ലാ റെയിലും നോക്കണ PV ആശാരി. ഞാൻ അറിഞ്ഞതാണ്. വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്. വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്. ഭാര്യ പറഞ്ഞു കൊച്ചുങ്ങളെ 2 പങ്കുവയ്ക്കാൻ പോവാ. കൊച്ചുങ്ങളെ 2 വീതിക്കാൻ പോകും. ഒന്ന് നിനക്കും ഒന്ന് എനിക്കും. ഒന്ന് നിനക്കും എനിക്ക്. വെട്ടിൽ 2 വെട്ടി കീറി. വെട്ട് ആ വെട്ടി 2 വെട്ടി സൈൻബോർഡ് അടിച്ചു പൊട്ടിച്ചു. സൈൻബോർഡ് അടിച്ചു പൊട്ടിച്ചു. വീട്ടിൽ പെണ്ണുമ്പിള്ള വരച്ചോണ്ടിരിക്കുക. വീട്ടിൽ പെണ്ണുപിള്ള വരച്ചോണ്ടിരിക്കും. ഇവിടെ കയറാൻ ഒക്കത്തില്ല. ഞാൻ അറിഞ്ഞതാണോ? വെളിയിലും പോരാട്ടം അകത്തും എനിക്ക് വെളിയിലും പോരാട്ടം അകത്തും ഉപദേശിമാരുടെ കാര്യം എങ്ങനെ നിർത്താം? ഭാര്യ പറഞ്ഞ രക്ഷയുണ്ടോ? ഉപദേശിമാരുടെ കാര്യം എങ്ങനെ നിർത്താം? ഭാര്യ പറഞ്ഞ പോലെ രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. അപ്പൊ എനിക്ക് ഈ ശോധന വരുമ്പോൾ ഞാൻ പാട്ടെഴുതും. ശോധന വരുമ്പോൾ അപ്പോൾ ഞാൻ പാട്ടെഴുതും. ഞാൻ മുറിക്കാത്ത കയറി അതാ വിളിച്ചു. എവിടെ ഓലക്കോണ്ട് ഇടിച്ച് അവിടെ തുറന്നു. ഇവിടെ ഓലക്കോണ്ട് ഇടിച്ച് കാണുന്നു. ഇയാളെ പ്രാർത്ഥനയും വേണ്ട, കുന്തവും വേണ്ട. ഇയാൾ പ്രാർത്ഥന വേണ്ട, കുന്തം വേണ്ട. എന്റെ പ്രാർത്ഥന ഞാൻ വ്യഭിചാരിയാണ്. എന്റെ പണം ഉണ്ടല്ലോ. തിരിച്ചുതരാൻ പറഞ്ഞു. ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ അമ്മായി അമ്മ എന്നെ അങ്ങനെ പിടിക്കാൻ കാത്തിരിക്കാൻ ആശാരിച്ച്. ഞാൻ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ അങ്ങനെ കല്യാണം അതെല്ലാം ആശാരിച്ച് പാർട്ടിയാണ്. ഒന്നും ഗുണപ്പെടാത്ത പാർട്ടിയാ. എല്ലാം കൂടെ ഇളകി എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഞങ്ങൾ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ ഞങ്ങളുടെ രീതി അങ്ങനെയാണല്ലോ. അങ്ങനെ ആശാരി അപ്പൊ കൂടെ എഴുത്തും വരും. സംഗതി ഇങ്ങനെയാണ്. എല്ലാം കൊണ്ട് ഇളകി. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ രാത്രി ഉറക്കത്തില്ല. ഈ കൂടെ ഞുള്ളുക, തലയ്ക്ക് പിടിച്ച് ഞോടുക പെണ്ണുപിള്ള. കൂടെ വന്ന് നുള്ളുക, തലയ്ക്ക് പിടിച്ച് ഞോടുക പെണ്ണുപിള്ള. എന്നെക്കാട്ടി തടി നീളം മണ്ണൊക്കെ എന്നെക്കാൾ തടിയും നീളം മണ്ണോ ചെല്ലുക, എന്നെ തള്ളുക, നുള്ളുക. ഞാൻ എന്തോടാ ഉപദേശി? താൻ എന്തോടാ ഉപദേശം? വേഗം കളയാൻ പറഞ്ഞു. വേഗം പിടിച്ചു വലിച്ചു. അത് ഞാൻ കൊടുത്തില്ല. രാത്രി 2 മണിക്ക് പിടിയും വലിയായി. തരത്തില്ല. ദൈവമക്കൾക്ക് തിരിച്ചടിക്കാൻ ഒക്കത്തില്ല. ഉപദേശിമാരിൽ തന്റെ സ്വന്തം ഭാര്യ തല്ലിട്ടുണ്ടെങ്കിൽ അവന്റെ ആ കൈ കൊണ്ട് വേദോസം എടുക്കാൻ റൂട്ടില്ല. സ്വന്തം ഭാര്യ ഉപദേശിമാർ തല്ലുന്നെങ്കിൽ ആ കൈ കൊണ്ട് വേദോസം എടുക്കാൻ റൂട്ടില്ല. ഈ കൈ പ്രാർത്ഥിക്കേണ്ട കൈയാ. അല്ലേണ്ട കൈയാണ്. രാത്രി കുത്തിയിരുന്നുകൊണ്ട് എവിടെ ചെന്നിട്ട് ഉറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ശരി പാട്ടെഴുതി. മനസ്സവ ചാകർമ്മണ അറിയാതുള്ള ദൂഷണങ്ങളാനവധി പരത്തിടിലും. മനസ്സവ ചാകർമ്മണ അറിയാതുള്ള ദൂഷണങ്ങളാനവധി പരത്തിടിലും. ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയിലെന്നും ഭാവിയെ നോക്കിക്കൊണ്ടു ഞാൻ പുഞ്ചിരി തൂകും. ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയിലെന്നും ഭാവിയെ നോക്കിക്കൊണ്ടു ഞാൻ പുഞ്ചിരി തൂകും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. കരം പിടിച്ചാണ് ഈ പാട്ട് 2-3 അടി എഴുതിയിട്ട് ഇവിടെ ശല്യം കൊണ്ട് ഇവിടെ ശല്യം കൊണ്ട് എന്നെ അവിടെ ഇരുത്തത്തില്ല. ബസ് കയറി തിരുവല്ലായി 10:30 ഉപദേശിമാര് പറഞ്ഞു. എന്താ ഉപദേശി? പേപ്പറുണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പോൾ ഉപദേശി പോക്കറ്റിൽ നിന്ന്